തിരുവിതാംകൂറിന്റെ മണ്ണിൽ ചരിത്രത്തിന്റെ ഏടുകളിൽ രക്തം കൊണ്ടെഴുതിയ ഒരു വീരഗാഥയുണ്ട്. ഇത് എട്ടുവീട്ടിൽ പിള്ളമാരുടെ കഥയാണ്. അന്ന് വേണാട് ഭരിച്ചിരുന്നത് നാടുവാഴികളായ 8 പ്രബല നായർ തറവാടുകളായിരുന്നു. അവരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടത്. കഴക്കൂട്ടത്തുപിള്ള, രാമനാമടത്തുപിള്ള, ചെമ്പഴന്തിപിള്ള, കുടമൺപിള്ള, വെങ്ങാനൂർ പിള്ള, മാർത്താണ്ഡമഠത്തിൽ പിള്ള, പള്ളിച്ചൽ പിള്ള, കുളത്തൂർ പിള്ള എന്നിങ്ങനെ 8 പേർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയായ എട്ടര യോഗത്തിൽ അവർക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു. അവരുടെ വാക്കിന് രാജകൽപ്പനയുടെ വിലയുണ്ടായിരുന്നു. എന്നാൽ വേണാട്ടിലെ രാജവാഴ്ച ദുർബലമായപ്പോൾ പിള്ളമാരുടെ ശക്തി വർദ്ധിച്ചു. അവർ രാജാവിനേക്കാൾ ശക്തരായി വളർന്നു. ഈ സമയത്താണ് വേണാടിന്റെ ഭാഗധേയം മാറ്റിക്കുറിക്കാൻ പോകുന്ന ആ യുവരാജാവ് കടന്നുവരുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ലക്ഷ്യം ഒരു ശക്തമായ കേന്ദ്രീകൃത രാജ്യമായിരുന്നു. എന്നാൽ പിള്ളമാർക്ക് വേണ്ടത് തങ്ങളുടെ അധികാരവും സ്വാധീനവും നിലനിർത്താനായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണത്തെ പിള്ളമാർ എതിർത്തു. അവർ മുൻ രാജാവിന്റെ മക്കളായ തമ്പിമാരെ പിന്തുണച്ചു. പിള്ളമാരുടെ ഗൂഢാലോചനകളെയും വധശ്രമങ്ങളെയും തുടർന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് പലപ്പോഴും ഒളിവിൽ കഴിയേണ്ടി വന്നു. ഈ ദുർഘടമായ കാലഘട്ടത്തിൽ രാമയ്യൻ ദളവയ്യെപ്പോലുള്ള വിശ്വസ്തരായ കൂട്ടാളികൾ അദ്ദേഹത്തിന് താങ്ങും തണലുമായിരുന്നു. 1721 ആറ്റിങ്ങൽ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പിള്ളമാർ തങ്ങളുടെ സൈനിക ശക്തിയും ധൈര്യവും പ്രകടിപ്പിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് 1729 മാർത്താണ്ഡവർമ്മ വേണാടിന്റെ മഹാരാജാവായി സ്ഥാനമേറ്റു. പുതിയൊരു യുഗം ആരംഭിക്കുകയായിരുന്നു. അധികാരമേറ്റതോടെ തനിക്കെതിരെ പ്രവർത്തിച്ചവരെ ഒന്നൊന്നായി ഇല്ലാതാക്കാൻ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു. പിള്ളമാരുടെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങിയിരുന്നു. ആദ്യം വീണത് പ്രബലനായ കഴക്കൂട്ടത്തുപിള്ളയായിരുന്നു. രാജകൽപ്പന പ്രകാരം അദ്ദേഹത്തെ പിടികൂടി വധിച്ചു. പിന്നീട് ഓരോ പിള്ളമാരെയും അവരുടെ കുടുംബങ്ങളെയും മാർത്താണ്ഡവർമ്മയുടെ സൈന്യം വേട്ടയാടി. വേണാടിന്റെ മണ്ണ് രക്തത്തിൽ കുതിർന്നു. അവരുടെ പ്രൗഢഗംഭീരമായ തറവാടുകൾ ഇടിച്ചുനിരത്തി. ആ സ്ഥാനത്ത് കുളങ്ങൾ കുഴിപ്പിച്ചു. അവരുടെ ഓർമ്മകൾ പോലും തുടച്ചു നീക്കാൻ ശ്രമിച്ചു. പിള്ളമാരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മുക്കുവർക്ക് വിറ്റു. ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം. ഇതോടെ വേണാട്ടിലെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഭരണം അവസാനിച്ചു. 8 വീട്ടിൽ പിള്ളമാരുടെ അധികാരസൂര്യൻ അസ്തമിച്ചു. മാർത്താണ്ഡവർമ്മ തന്റെ അധികാരം ഉറപ്പിച്ചു. ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിന് അടിത്തറ പാകി. അദ്ദേഹം ഭൂപരിഷ്കരണങ്ങളും സൈനിക പരിഷ്കാരങ്ങളും നടപ്പിലാക്കി. തിരുവിതാംകൂർ ഒരു ശക്തമായ രാജ്യമായി മാറി. ചരിത്രം മാർത്താണ്ഡവർമ്മയെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായി വാഴ്ത്തുന്നു. എന്നാൽ പിള്ളമാരുടെ കഥ മറുവശം പറയുന്നു. 8 വീട്ടിൽ പിള്ളമാർ രാജദ്രോഹികളായിരുന്നോ? അതോ തങ്ങളുടെ അധികാരം സംരക്ഷിക്കാൻ ശ്രമിച്ച നാടുവാഴികളായിരുന്നു? പിള്ളമാരുടെ ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുന്നുവെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരുടെ കഥകൾ നാടോടിപ്പാട്ടുകളിലും ഐതിഹ്യങ്ങളിലും ഇന്നും ജീവിക്കുന്നു. ചങ്ങനാശ്ശേരിയിലെ ഒരു ക്ഷേത്രത്തിൽ പിള്ളമാരുടെ ആത്മാക്കളെ ആവാഹിച്ച് കുടിയിരുത്തിയിട്ടുണ്ടെന്ന് ഒരു ഐതിഹ്യമുണ്ട്. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ ഈ കഥയെ അനശ്വരമാക്കി. 8 വീട്ടിൽ പിള്ളമാരുടെ കഥ അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥയാണ്. ചരിത്രത്തിൽ വിജയിച്ചവരാണ് എപ്പോഴും ശരി. ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അധികാരം ശാശ്വതമല്ലെന്നും കാലം ആർക്കുവേണ്ടിയും കാത്തുനിൽക്കില്ലെന്നുമാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഈ നിർണായകമായ അധ്യായം നമുക്ക് മറക്കാതിരിക്കാം. ഇന്ന് ആ പഴയ വേണാടിന്റെ മണ്ണിൽ പുതിയൊരു ലോകം ഉദിച്ചുയർന്നിരിക്കുന്നു. എന്നാൽ ചരിത്രത്തിന്റെ സകൂലുകളെ എവിടെയോ ആ പഴയ കഥയുടെ മാറ്റൊലികൾ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അധികാരത്തിന്റെ ഇടനാഴികളിൽ നടന്ന ചതിയുടെയും പോരാട്ടത്തിന്റെയും കഥ ഇവിടെ അവസാനിക്കുന്നു. ചരിത്രം വിജയിയുടേതാണ്. പക്ഷേ പരാജിതന്റെ കഥയും നാം ഓർക്കണം. ഈ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ചരിത്രകഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.